ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇതുവരെയായി. നമ്മുടെ കേരളം എന്ന് പറയുമ്പോഴും കേരളത്തെ പല ജില്ലകളിൽ പല പല വിഭവങ്ങളാണല്ലോ. ആ ജില്ലകളിൽ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ തൃശ്ശൂർ പരിപ്പ് കുത്തി കാച്ചിയത് എന്നല്ലേ പറയാ, ഭയങ്കര പോപ്പുലർ ആണല്ലോ. അതുപോലെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാത്ത ഒരു വിഭവമാണ് ബോളിയും പാൽപ്പായസം. ആദ്യം തിരുവനന്തപുരത്തുകാർക്കായിരുന്നു ഇത് വളരെ പ്രത്യേകത. പക്ഷെ ഇപ്പൊ നാട്ടിലുള്ള എല്ലാവരും അത് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അവർ മാത്രം എന്തിനാ, നമുക്ക് ഇവിടെ കഴിച്ചു തുടങ്ങാലോ അല്ലെ. അപ്പോ നമുക്ക് തുടങ്ങാം. ഇതിലേക്ക് വേണ്ടത് മൈദ, ഉപ്പ്, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇത് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ചപ്പാത്തിയുടെ ഇത് വേണ്ട കേട്ടോ, കുറച്ച് ഇങ്ങനെ ഒട്ടിയിരിക്കണം, സ്റ്റിക്കി ആയിട്ടിരിക്കണം. പിന്നെ ഇത് നല്ലെണ്ണയാണ്, നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാം. അത് എണ്ണയിൽ നന്നായി കുതിരണം. ഇതിൽ കുറച്ച് അധികം എണ്ണ ഒഴിച്ചോളൂ, ഒരു മടിയും കാണിക്കണ്ട. നന്നായി കുഴച്ച് നീഡ് ചെയ്ത് ഡോ റെഡിയായി. അത് ഒരു 1-1.5-2 മണിക്കൂർ മാറ്റി വെക്കാം. പിന്നെ അതിലേക്ക് ഒരു ഫില്ലിംഗ് ആവശ്യമുണ്ടല്ലോ. കടലപ്പരിപ്പ് കുതിർത്തേണ്ട ആവശ്യമില്ല, 2-3 പ്രാവശ്യം കഴുകാം. അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് അധികം തന്നെ വെള്ളം ഒഴിച്ചോളൂ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 3-4 വിസില്. വെന്തുടയാതെ ശ്രദ്ധിക്കണം കേട്ടോ. പരിപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവണം, പക്ഷെ വെന്തിരിക്കുകയും വേണം. അങ്ങനെ ഇതാണ് അതിന്റെ പരുവം. കണ്ട, പരിപ്പ് ഒട്ടും ഉടഞ്ഞിട്ടില്ല, പക്ഷെ എന്നാ വെന്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ മാവും റെഡിയാണ്. അപ്പോൾ ഈ പരിപ്പിലേക്ക് വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. എന്നിട്ട് ഈ പരിപ്പ് നമ്മൾ എന്ത് ചെയ്യും, പഞ്ചസാരയിൽ ഒന്നും കൂടി വേവിക്കും. വെള്ളം വേസ്റ്റ് ആവുമെന്ന് വിചാരിക്കണം, നമുക്ക് ഇതിലൊരു പരിപ്പ് രസം ഉണ്ടാക്കാമല്ലോ. അപ്പൊ അതൊരു ടിപ്പാണേ. ഇനി ആവശ്യമുള്ള പാനിൽ ഇത് പരിപ്പും ചേർത്ത്, വേവിച്ച പരിപ്പും ചേർത്തിട്ട് പഞ്ചസാര, ശർക്കര അത് നിങ്ങളുടെ രുചി അനുസരിച്ചിട്ടായിരിക്കും. ഒരുപാട് മധുരം ചേർക്കരുത്, കാരണം പാൽപ്പായസത്തിൽ മധുരം ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. പിന്നെ ജാതിക്കായ പൊടിച്ചതും ഏലക്കായ ഇത് 2 മിക്സ് ചെയ്ത് പഞ്ചസാരൊക്കെ മെൽട്ടായിട്ട് വരുമ്പോഴേക്കും ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരിച്ചെടുക്കാം. പക്ഷേ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 സംഭവങ്ങളും റെഡിയാണ്. അപ്പൊ നമുക്ക് ബോളി ഉണ്ടാക്കി തുടങ്ങാം. മൈദമാവിലേക്ക് കുറച്ചെടുക്കാം. ഇത് ആദ്യം ഉണ്ടാക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വീട്ടിലല്ലേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പൊട്ടിയാലും ഒരു വിഷയമല്ല. പക്ഷെ ടേസ്റ്റ് അവസാനം നമ്മൾ കഴിക്കുമ്പോൾ അതിനുള്ള രുചി, അതല്ലേ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ മാവെടുക്കാം. നമ്മൾ ചെയ്ത് വെച്ച പരിപ്പും ഇട്ടിട്ട് ഒരു ഉണ്ട പിടിച്ച്, നമുക്ക് ഇങ്ങനെ ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആലു പറാട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റഫിങ് ചെയ്യില്ലേ, അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിറച്ച്. പിന്നെ ഞാൻ പൊടി വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ, മൈദ എടുക്കരുത്. മൈദ എടുത്താൽ നമ്മുടെ ബോളി കട്ടിയാവും. അരിപ്പൊടിയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. വളരെ ക്ഷമയോടെ, ഇതിന് ക്ഷമ വളരെ ആവശ്യമാണ് മക്കളെ. ക്ഷമയോടെ ഇത് പരത്തിയെടുക്കാം, കാരണം ഒരുപാട് പ്രഷർ ഇട്ടാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നെയ്യ് തടവി ഇത് നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം. മേലത്തെ ആ കോട്ടിങ് മാത്രം വെന്താൽ മതിയല്ലോ. ഇത് നല്ല ഒരു മിക്സിങ് ആണെങ്കിൽ കണ്ടോ, ഇങ്ങനെ വീർത്ത് വരും ബോളി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും ബോളി മാത്രം നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. നെയ്യൊക്കെ തടവി ഇതിലേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് പാലട പായസമാണ്. ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കാവുന്നതല്ലേ. രണ്ടും കൂടി ഒന്ന് കുഴച്ചു നോക്കി, അടിപൊളി സംഭവമാണ്. അപ്പൊ നാളെ തിരുവോണത്തിന് ഇത് ഉണ്ടാക്കുന്നത്. ഹാപ്പി ഓണം, ലവ് യു ഓൾ, സ്റ്റേ ട്യൂൺ, ബൈ.